ഘട്ടിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മനോരമ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബജ്രംഗ് ദളിനെതിരെ പരാതി. ആദിവാസി പെൺകുട്ടികളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. 3 പേർ ചേർന്ന് ബജ്രംഗ് ദളിന്റെ ഈ പെൺകുട്ടികളെ അപമാനിക്കുകയും കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ജ്യോതി ശർമ്മ, ബജ്രംഗ് ദൾ പ്രവർത്തകർ 24 ബജ്രംഗ് ദൾ പ്രവർത്തകർ ഒപ്പം ജ്യോതി ശർമ്മ എന്ന അവരുടെ നേതാവ് എന്നിവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു പോലീസിൽ എന്നുള്ളതാണ് മനോരമ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ജോസഫ് ഉണ്ട്. ജോസഫ്, ആ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എന്തായാലും ആ പരാതി നൽകാനെത്തിയ 3 യുവതികളുടെയും ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ പുറത്തുവിടുന്നത്. പരാതിക്കാർ, അതായത് കന്യാസ്ത്രീകൾ കൂട്ടിക്കൊണ്ടുപോകേണ്ടിയിരുന്ന 3 യുവതികൾ, അവർ കമലേശ്വരി പ്രധാൻ, ലളിത ഉസേന്തി ആൻഡ് സുക്മതി മണ്ഡാവി എന്നീ 3 യുവതികളാണ് നാരായൺപൂർ SP ഓഫീസിലെത്തി നേരിട്ട് ബജ്രംഗ് ദളിന്റെ നേതാവ് ജ്യോതി ശർമ്മ, അതോടൊപ്പം 2 ഡസൻ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ എന്നിവർക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നാരായൺപൂർ SPക്ക് നേരിട്ടാണ് ഈ ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജാതീയമായിട്ട് അധിക്ഷേപിച്ചു, സമ്മർദ്ദം ചെലുത്തി തെറ്റായ മൊഴികൾ കൊടുപ്പിച്ചു, പോലീസിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പരാതി എടുപ്പിച്ചു എന്നിവയാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അറിയേണ്ടത് പോലീസ് ഈ ബജ്രംഗ് ദളിന്റെ നേതാവ് ജ്യോതി ശർമ്മ, അതോടൊപ്പം 24 ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ എന്നിവർക്കെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. നാരായൺപൂർ SP ഓഫീസിലെത്തി 3 യുവതികൾ, ആ പേരുകൾ കമലേശ്വരി പ്രധാൻ, ലളിത ഉസേന്തി, സുക്മതി മണ്ഡാവി എന്നീ ആദിവാസി യുവതികൾ, 19 മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ള ഈ 3 യുവതികൾ ഇപ്പോൾ നാരായൺപൂർ SPക്ക് നേരിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അതിലെ വിശദാംശങ്ങളടക്കമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആ പരാതിയുടെ പകർപ്പ്, അതോടൊപ്പം ഈ SP ഓഫീസിൽ നേരിട്ടെത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം മനോരമ ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുകയാണ്. കാരണം ഈ ബജ്രംഗ് ദളിനെതിരെ എന്തുകൊണ്ട് ഒരു പരാതി ഉയർന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയർന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ ആയിരിക്കുകയാണ്. ബജ്രംഗ് ദളിന്റെ നേതാവ് ജ്യോതി ശർമ്മയ്ക്കെതിരെയും ബജ്രംഗ് ദളിന്റെ 24 പ്രവർത്തകർക്കെതിരെയും ഈ 3 യുവതികളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ജാമ്യം എന്നത് നീതിയായിരുന്നു, അത് കന്യാസ്ത്രീകൾക്ക് ലഭിച്ചു. ഇനി യഥാർത്ഥത്തിൽ അതിക്രമം കാട്ടിയവരും ക്രിമിനൽ പ്രവർത്തനം കാട്ടിയവർക്കെതിരെയും നിയമ നടപടി വേണ്ടതുണ്ട്. അതിനുള്ള ഇനീഷ്യേറ്റീവ് അവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആദിവാസി പെൺകുട്ടികൾ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും എന്നുള്ളത്. ഇപ്പോൾ ആ 3 പെൺകുട്ടികൾ പരാതി കൊടുത്തിരിക്കുന്നു. 24 ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് എതിരെയാണ് പരാതി. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ നേതാവ് ഇവരെ ഈ ആദിവാസി പെൺകുട്ടികളുമായി ഒന്നിച്ചു വന്നപ്പോൾ കന്യാസ്ത്രീകളെ അവിടെ ഇരുത്തി ഹരാസ് ചെയ്ത് അവരുടെ ബാഗുകൾ പരിശോധിച്ച് അതിൽ നിന്ന് അവരുടെ വസ്ത്രങ്ങൾ വലിച്ചിട്ട് അവരെ ചോദ്യം ചെയ്ത് നിയമം കയ്യിലെടുത്ത ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജ്രംഗ് ദൾ നേതാവിനെതിരെയും ഈ പെൺകുട്ടികൾ പരാതി കൊടുത്തിരിക്കുന്നു. ഇനി ആ പരാതിയിൽ എന്ത് നിയമ നടപടി ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കും? ആ പരാതിയിൽ എന്ത് രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ BJP സ്വീകരിക്കുമെന്നുള്ള ചോദ്യം